ഈ റെക്കോർഡുകളൊന്നും കൊണ്ടുപോയി വെക്കാൻ ഇവക്കൊരു വീടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ റെക്കോർഡ് ബ്രേക്ക് ആണെങ്കിൽ അവൾക്ക് വീട് വെച്ച് കൊടുക്കാന്നുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വലിയൊരു ഡ്രീമായിരുന്നു. വലിയ സന്തോഷം. റെക്കോർഡ് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു, അത് സാധിക്കുകയും ചെയ്തു. സന്തോഷമായി. ആ, നല്ല ടൈമാണ് വന്നത്. നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഹീറ്റ്സിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു, ഫൈനലിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എൻ്റെ സാറിന് എന്താണ് അവസാനം ഒരു ഫോട്ടോ ഫിനിഷ് പോലെയാണ് വന്നത്. അപ്പോൾ ലാസ്റ്റിലത്തെ ഒരു പുഷ് എങ്ങനെയായിരുന്നു? ലാസ്റ്റ് എനിക്ക് തോന്നി എൻ്റെ ബാക്കി വരുന്ന ആളെന്നെ അടിക്കാറായിരുന്നു. അപ്പം ഞാൻ സ്പീഡ് എടുത്ത് എൻ്റെ ഉള്ള സ്പീഡ് എടുത്ത് ഞാൻ ഓടി. നല്ല സ്റ്റാർട്ട് കിട്ടി. വലുതായിട്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നു, എന്നാലും ഒന്ന് റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു, അത് ചെയ്തു. ജില്ല റവന്യൂവിലാണ് റെക്കോർഡ് ബ്രേക്ക് ചെയ്ത പ്രകടനമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോൾ മുതൽ നമ്മൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. 38 വർഷം പഴക്കമുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ വലിയൊരു ഡ്രീമായിരുന്നു. വലിയ സന്തോഷം. ഈ റെക്കോർഡുകളൊന്നും കൊണ്ടുപോയി വെക്കാൻ ഇവക്കൊരു വീടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ റെക്കോർഡ് ബ്രേക്ക് ആണെങ്കിൽ അവൾക്ക് വീട് വെച്ച് കൊടുക്കാന്നുള്ള കുട്ടീനൊന്ന് കണ്ടോട്ടെ. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെ ഞാൻ മനസ്സിൽ കരുതിയത് 12.69 തന്നെയാണ്. 69 ഓടും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. കാരണം നമ്മൾ അതിൽ താഴുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ 38 വർഷം മുമ്പ് ഇത് ഇലക്ട്രോണിക്സ് അല്ലല്ലോ, അന്ന് ഹാൻഡ് ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു. എല്ലാ പ്രാവശ്യവും ഒരു 13 സംതിങ് ആണ് ഇവിടെ ഗോൾഡ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ വർഷം വർക്ക് ചെയ്തത് മുഴുവൻ നമ്മൾ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ള ഒറ്റ ടാർഗറ്റ് വെച്ചിട്ടായിരുന്നു. ദൈവാനുഗ്രഹത്താൽ അത് സാധിച്ചു എന്നുള്ള വലിയ സന്തോഷം. അതെ, തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. കാരണം അവർക്കുള്ള ആ സ്ട്രഗിൾസ് എല്ലാം അവർ ഓവർകം ചെയ്യുന്നത് ഇത്തരം ടാലൻസിലൂടെയാണ്. നമുക്ക് അതിൽ കൂടുതലൊരു സന്തോഷം ഒന്നും പറയാനില്ല. വലിയ സന്തോഷമാണ്. പരിശീലനം നമ്മൾ എല്ലാ ദിവസവും പരിശീലനമുണ്ട്, രാവിലെയും വൈകിട്ടും. രാവിലെ 7 മണിക്ക് തുടങ്ങി ഒരു 9 മണി വരെ പരിശീലനം പോകും. വൈകുന്നേരം ഒരു 4 മണി മുതൽ 6 മണി വരെയൊക്കെ പരിശീലനം പോകും. തീർച്ചയായിട്ടും ഞങ്ങൾ അതിൻ്റെ നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഗോൾഡ് വന്നപ്പോഴും ഒരുപാട് പേര് സഹായിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അതൊന്നും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. സ്വന്തമായിട്ട് സ്ഥലമില്ല എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു. പക്ഷേ ഞാനൊക്കെ ഈ പ്രാവശ്യം കൊടുത്ത വാക്കാണ്, റെക്കോർഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീട് വെക്കുന്നതിന് എല്ലാ സഹായവും നമ്മൾ ആരെ കൊണ്ടെങ്കിലും നമ്മളത് ചെയ്യും എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്.